അസ്സലാമു ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തുണ്ടാക്കിയ ഒരു ഈവനിങ് സ്നാക്കാണ്. നമ്മളെല്ലാവരും വീട്ടിലുള്ള സാധാ ഇൻഗ്രീഡിയൻസ് ഇതിൽ മാത്രം യൂസ് ചെയ്തിട്ടുള്ളൂ ഞാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഞാൻ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ റെസിപ്പിക്ക് ഞാനിവിടെ വലിയൊരു ബൗൾ എടുത്തിട്ടുള്ളത്. നമുക്ക് പൊടി കുഴക്കാനുള്ള സൗകര്യത്തിനാണ് ഇത്രയും വലിയ പാത്രം എടുത്തത്. ചെറുതിൽ കുഴക്കാൻ കഴിയുമെങ്കിൽ അതെടുത്താലും മതി. ഇതിൻ്റെ മേലോട്ട് ഒരു അരിപ്പ വയ്ക്കുക. എന്നിട്ട് ഈ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന നമ്മൾ ചപ്പാത്തി പൊടിയില്ലേ, സപ്ലൈക്കോൻ്റെ ഈ പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 2 കപ്പോളം ഒന്ന് അരിച്ചെടുക്കട്ടെ. ഇതൊന്ന് അരിച്ചെടുക്കണം. ആദ്യം 1 കപ്പ് 2 കപ്പിൽ 1.25 കപ്പോളം പൊടി എടുക്കുന്നുണ്ട്. 1 കപ്പ് പിന്നെ 1/4 കപ്പ് 1.25 കപ്പോളം ഗോതമ്പ് പൊടി എടുത്ത് ഇത് നന്നായി തരിച്ചെടുക്കാം. 1/2 കപ്പ് റവ, വറുത്തിട്ടൊന്നുമില്ല, സാധാ റവയാണ്. 1/2 കപ്പ് റവ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കപ്പ് സെറ്റ് ചെയ്യുക. എൻ്റെ എല്ലാ മെഷർമെൻറ്റ്സും അതിൻ്റെ അക്കോർഡിംഗ് എടുത്താൽ മതി. 1/2 കപ്പ് റവ, 1/2 ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതാണ്. ഇത് പൊടിച്ചതല്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇത് ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ ചാട്ട് മസാലയാണ്. ഇത് ഓപ്ഷനാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. 1/2 ടീസ്പൂൺ ചാട്ട് മസാല. 1 ടീസ്പൂൺ എള്ളാണിത്. ഇതെല്ലാം കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് 1/4 കപ്പോളം ഓയിലാണ്, വെജിറ്റബിൾ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിലായാലും പറ്റും. ഇത് ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ നന്നായി മിക്സ് ആക്കിയിട്ട് ഇനി നമ്മൾ കയ്യിൽ ഇങ്ങനെ ബൈൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ബൈൻഡ് ആവുന്നുണ്ട്. അപ്പം നമ്മൾ ഓയിലിൻ്റെ ഇത് റേഷ്യോ കറക്റ്റാണ്. ഇനി നമ്മളിതൊന്ന് കുഴച്ചെടുക്കണം. നമുക്കിതിനി കുഴച്ചെടുക്കണം. അപ്പോൾ കുഴക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പോളം ചെറിയ ചൂടുള്ള വെള്ളം എടുത്തിട്ടുള്ളത്. നമ്മൾ കയ്യിലൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ചൂടുള്ള, ഒരുപാട് ചൂടൊന്നുമില്ല. അപ്പോൾ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് കുഴച്ചെടുക്കണം. നമുക്ക് പറ്റ സോഫ്റ്റും അല്ല പറ്റ ഹാർഡും അല്ല, ഒരു വെള്ളം ഒരുമിച്ച് ആഡ് ചെയ്യരുത്. കുറേശ്ശെ ആഡ് ചെയ്തിട്ട് വേണം ഡോ, കുറച്ച് ടൈറ്റായിട്ടുള്ളൊരു ഡോ വേണം നമുക്കതിന് വേണ്ടിയത്. അപ്പോൾ ഇതായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കുഴച്ച ഉടനെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്യണം കേട്ടോ. നമുക്കിത് കുറേ സമയം വെക്കാൻ പറ്റില്ല. നമ്മളിത് റവ എടുത്തതുകൊണ്ട് തന്നെ ഇനി അധികം സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഒന്നും കൂടി ഇത് ഹാർഡായി മാറും ബാറ്റർ. അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതിന് ഡിസൈൻ കൊടുക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു കയ്യിലാണ് എടുത്തിട്ടുള്ളത്. നമ്മളെല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങനത്തെ പൊരിക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കയ്യിൽ. ഇനി ഇതിന് കുറച്ച് ഓയിൽ തടവി കൊടുക്കുക ഈ ഒരു ഭാഗത്ത്. ഇത് സ്റ്റീലാണ്, ഓയിൽ തടവിയില്ലെങ്കിലും പോരും. പക്ഷേ ഓയിൽ തടവി നമുക്ക് പെട്ടെന്ന് ഇതിമെന്ന് മാവിനെ മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ മാവിന് ഒരു ചെറിയ ബോൾ, നമ്മൾ മാവിന് കുഞ്ഞു ബോൾസ് എടുക്കുക. ഒരു കുഞ്ഞു ബോൾ എടുക്കുക, കയ്യിൽ വെച്ച് ഒന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ടൊന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്പൂണിൽ ഒന്ന് വെച്ചതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി ഈ 2 ഭാഗമല്ലേ, ഈ 2 ഭാഗത്ത് കുറച്ച് വെള്ളം തടവി കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങോട്ട് റോൾ ചെയ്യുക, തമ്മിലിങ്ങനെ ഒട്ടിക്കുക. അല്ലെങ്കിൽ ഇത് എണ്ണയിലിടുമ്പോൾ അങ്ങനത്തെ ഒരു ഷേപ്പായി കിട്ടും. ഇങ്ങനത്തെ ഡിസൈൻ കിട്ടും. ഗ്യാസിലൊരു പാനിൽ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ഇപ്പോൾ ചൂടായിട്ട് ഞാനൊരു പകുതി ഭാഗം ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രൈ ആകുമ്പോഴേക്കും മറ്റേ പോർഷൻസ് ബാക്കി ഹാഫ് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിത് ഡിസൈൻ ചെയ്തെടുത്തത് ഇതാട്ടോ. ഡിസൈൻ ചെയ്തത് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്യട്ടെ. അങ്ങനെ
ആയി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ടൊന്ന് മറ്റേ ഭാഗം ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ച് മറിച്ചിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്ന വരെ തിരിച്ച് മറിച്ചിട്ടൊന്നത് ഫ്രൈ ചെയ്തെടുക്കണം. ഇന്നത്തെ ഗോൾഡൻ ഷെയ്ഡ് ആയതിൻ്റെ ഇത് കോരിയെടുക്കുകയാണ്. ഇതേ രീതിയിൽ ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇതേ രീതിയിൽ എല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാട്ടോ റെഡി ആയിട്ടുണ്ട്. ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റിയാണിത്. ചാറ്റ് മസാല ഇട്ടാലാണ് കേട്ടോ അധികം ടേസ്റ്റ് ഇത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചാറ്റ് മസാല ഉണ്ടെങ്കിൽ കസൂരി മേത്തി ഇല്ല, അത് പൊടിച്ചിട്ടാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് രണ്ടും ഇല്ലെങ്കിൽ മാഗി മസാല ഉണ്ടെങ്കിൽ അത് ഇട്ടാലും മതി. അതില്ലെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുക. സിമ്പിൾ ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഇതൊക്കെ കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനും ഒന്ന് അമർത്തുക. ഇതിൻ്റെ ക്രിസ്പിനെസ് ഒന്ന് കാണിച്ചു തരാം. നല്ല ക്രിസ്പി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.